മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഹെലികോപ്റ്റർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളാണ്. 288 മണ്ഡലങ്ങളിലെ മഹാരാഷ്ട്രയിൽ പ്രധാന നേതാക്കൾക്കൊക്കെ ആശ്രയം ഹെലികോപ്റ്ററുകളാണ്. വിവിധ ജില്ലകളിലേക്കും നഗരങ്ങളിലേക്കുമുള്ള റോഡുകളേക്കാൾ എയർ ഫ്ലൈറ്റുകളിൽ പോകുമ്പോൾ സമയം ലാഭിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നേതാക്കൾ പ്രധാനമായും ഹെലികോപ്റ്ററുകൾ ആശ്രയിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പണം കടത്താനും ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ള ആരോപണം ഉയരുന്നുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകനാഥ ഷിൻഡെ ഇത്തരത്തിൽ ഹെലികോപ്റ്ററിൽ പണം കടത്തി എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ അത് അന്ന് തന്നെ നിഷേധിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ ഹെലികോപ്റ്റർ കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ നടക്കുന്നത്. ആദ്യം ഉദ്ധവ് താക്കറയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുകയും ബാഗുകളും മറ്റും പരിശോധിക്കുകയും ചെയ്തിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ. എന്നാൽ അത് വലിയ രീതിയിൽ വാർത്തയാക്കി മാറ്റി ഉദ്ധവ് താക്കറെ. തന്റെ വാഹനങ്ങൾ മാത്രം പരിശോധിക്കുന്നു, മോദിയുടെയോ അല്ലെങ്കിൽ അമിത്ഷായുടെയോ അതുമല്ലെങ്കിൽ ഷിൻഡെയുടെയോ ഹെലികോപ്റ്ററുകൾ പരിശോധിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഉദ്ധവ് താക്കറെ ഈ വിഷയം കഴിഞ്ഞ ദിവസം കത്തിച്ചു വിട്ടത്. എന്നാൽ തൊട്ടു പിന്നാലെ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന്റെ ഹെലികോപ്റ്ററും ഇപ്പോൾ മുഖ്യമന്ത്രി ഏകനാഥ ഷിൻഡെയുടെ ഹെലികോപ്റ്ററും പരിശോധിച്ചതോടെ നീതിയുക്തമായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്നത് ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കുവാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഇതോടെ പരിശോധന എല്ലാ മേഖലയിലും പാർട്ടികൾ നോക്കാതെ നടത്തുന്നെന്ന് കാണിക്കാനുള്ള ഒരു മൂവായിട്ടാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമാണോ എന്ന് തോന്നിപ്പോകും വിധമാണ് ഷിൻഡെയുടെയും അജിത് പവാറിന്റെയും ഹെലികോപ്റ്റർ പരിശോധന ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഷിൻഡെയുടെ ഹെലികോപ്റ്റർ പരിശോധന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോ ദൃശ്യത്തിലേക്ക്. साहेब तुम्ही थोडे पुढे जा. साहेब तुम्ही थोडे पुढे जा. पुढे जा. फक्त कपडे आहेत, बाकी काय नाही. आणि युरिन फॉट पण नाहीये. कपडेच आहेत, युरिन फॉट नाही. हे दाखव बाबा सगळं. हाँ बॅगा चेक होत आहेत. बॅगा चेक होत आहेत. एक पाण्याच्या बाटल्या. बोय सर हॅलो पालघर हाँ पोलीस परेड मैदान. सगळं चेक करा, काय नाही. अरे त्यांची ड्युटी आहे, त्यांना करू दे ना. हॅलो